മിമിക്രി പ്രകടനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സിറാജ് തൊറിയൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ ഏത് നടനെ ആവശ്യപ്പെട്ടാലും ഇദ്ദേഹം ചെയ്തോളൂ. രൂപമല്ല, ശബ്ദവും ഉണ്ടാകും. തീർച്ചയായിട്ടും ഒരു നല്ല കൈയ്യടി ഒരിക്കൽ കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് സിറാജ് തൊറിയൂരിന്റെ ഈ ഷോയിലേക്ക്, ഒൺമൈൻ ഷോയിലേക്ക്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. ഞാൻ മലയാളത്തിന്റെ രണ്ട് കൃപകളാണ് മമ്മൂട്ടിയും മോഹൻലാലും, അല്ലെ? ഇവിടെ അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മൂക്കിന് വ്യത്യാസമുണ്ട്, മീശയിൽ വ്യത്യാസമുണ്ട്, മുടിയിലൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ ലാലേട്ടനായതിനു ശേഷം മമ്മൂക്കാന്റെ ചെറിയൊരു മുഖം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ഇവരുടെ ഡ്രസ്സുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, മുഖം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ആ ചായന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരാളായിട്ട് ഞാൻ വരുന്നില്ല, ആ ചായന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്നേഹം ഇരു കൈകളും ഒരുമിച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം ഉണ്ടാകുന്നു. ഇരുതരത്തേക്കാണ് ഇതിന്റെ മ്യൂസിക് ഒന്നുമില്ല, പ്ലെയിനായിട്ട് പറഞ്ഞു ചെയ്ത ഐറ്റംസ് ആണ്. മ്യൂസിക്കിന് പകരം നിങ്ങളുടെ കയ്യേക്ക് അയക്കണം. ഓക്കെ, എന്റെ ഇത് മമ്മൂക്കയാണ്. നോക്കണേ, ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട്. 80 കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് ഒരു യാത്ര പോകാം, അല്ലെ? അതിന് നമ്മൾ ആദ്യം 80 കാലഘട്ടം എന്ന് പറയുമ്പോൾ മുണ്ടും കുഞ്ഞാനെ കഴിച്ചു. മലയാള സിനിമയിൽ ഒരു ഗായകനാകാരുടെ സ്വപ്നവുമായി മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ഒരു നടനുണ്ട്. അത് ജോസ് പ്രകാശാണ്. മുടിക്കങ്ങൾ കയ്യിൽ ഒരു നിങ്ങളെ മനസ്സല്ല ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. മുടിയാണ് നിൽക്കട്ടെ. ഇനി ഞാൻ മീശ ഒന്ന് മേലോട്ടാ. ഇപ്പൊ കപ്പൂസിനെ കുറിച്ച് പോലെ ഇല്ല. ഇനി മൂപ്പർക്ക് ഒരു ട്രേഡ് മാർക്കുണ്ട്. നിസാരം പാട്ട ഇതൊരു കൈ അടിച്ചോ, അടിച്ചോ നല്ല. ഇനി ഞാൻ ഈ സാധനം വെച്ചിട്ട് ഒരു ചിരിഞ്ഞ് ചിരിക്കുമ്പോ ചാനലിലൊന്ന് കാണുന്നവരല്ല, നേരിട്ട് ചിരിയാണ്. ഈ ഞാൻ നിങ്ങളെ പ്രോത്സാഹനമാണ്, അല്ലാണ്ട് ലേക്കിന് വരച്ചു വെച്ചിട്ടില്ല. കണ്ടോ, ഒരു ചിരിഞ്ഞ് ചിരിക്കും ഇയാളുടെ മുഖം ഉണ്ടാവും. നിങ്ങളെ 1 2 3. എന്നിട്ട് നമുക്ക് ഇയാളുടെ ഡാൻസ് ഒന്ന് കാണാം, അല്ലേ? ആവേശം എന്ന ചിത്രത്തിലൂടെയൊക്കെ മലയാള സിനിമയിൽ വില്ലനില്ലാതെ വന്നപ്പോൾ തമിഴകത്ത് നിന്നും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു കഥാപാത്രമുണ്ട് എം എൻ നമ്പ്യാർ. തമിഴനല്ല, പാലക്കാടുകാരനാണെങ്കിലും തമിഴ് സിനിമയിലാണ് കൂടുതൽ അഭിനയിച്ചത്. പിന്നീട് മലയാളത്തിലേക്ക് ആവേശം എന്ന ചിത്രത്തിലൂടെയൊക്കെ ആവേശം സൃഷ്ടിച്ച ഈ നടൻ എല്ലാം എന്റെ മുന്നില ഒരു കൃത്രിമില്ല. മരിച്ചുപോയെങ്കിലും ഇദ്ദേഹത്തിന്റെ ശബ്ദം മലയാളികൾ മറക്കില്ല. വില്ലനാണെങ്കിലും ആവേശം എന്ന ചിത്രത്തിൽ ഉമ്മർ ഖാനോട് പറഞ്ഞൊരു ഡയലോഗ് ഒരുപക്ഷെ പഴയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഉമ്മർ ഖാൻ ആദ്യം പറയട്ടോ, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമൊന്ന് പറയേ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറഞ്ഞൊരു ഡയലോഗ്, രാഘവ മിടുക്കനാവുന്ന മകന് സുന്ദരനാവുന്ന ഭാര്യ പറയൂ. അടുത്തത് എല്ലാം നിൽക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കാരണം ഇത് കളിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് വിഷമാണ്. അത് വേറൊന്നുണ്ടായിട്ടില്ല.
ഇത് ശങ്കർ എന്ന് പറയുന്ന മഞ്ഞിൽ നിന്റെ പൂക്കളുടെ നായകനാരല്ലേ? ശങ്കർ അല്ലേ? എന്നോട് ആദ്യം പറഞ്ഞില്ല. ശങ്കറിന്റെ ഒരു കോല മുഖം കാണാം. അതെ, മോഹൻലാൽ. പണ്ടത്തെ ലാലേട്ടന്റെ കോലം കണ്ടിട്ടില്ല. തോന്നിക്കുന്നുണ്ടെങ്കിൽ സമയത്ത് ടെൻഷൻ മാത്രമേ ഇതാ മുടിവെട്ടിക്കല്ല നടിച്ചുവിട്ട് കഴിഞ്ഞു. നിങ്ങളെന്തിനായിട്ട് ചാനൽ കാണുന്നത് നേരിട്ടിട്ടില്ല, ഈശോ ഒന്നും വരത്തില്ല. ഇതെല്ലാം വിലയിരുത്തുന്നവരാണ്. പണ്ടത്തെ ലാലേട്ടൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, Is it 665557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. മൂപ്പറെടുത്താൽ ഞാൻ താഴ്ന്നു. മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല. ഓനൊരു ഭാഗത്ത് ഇങ്ങനെ കയറണം. അടുത്തത് ഒരുപാട് നിങ്ങൾ പോയി കേട്ടാ. ഒരു പൈകിളി കഥ എന്ന ചിത്രത്തിലെ നായകനാരാ പറഞ്ഞത്? ബാലചന്ദ്രമേനോൻ. കൊണ്ടുകൈ ആ ചേട്ടന് കൈ കൊടുക്കും. നല്ല കഥ പറഞ്ഞല്ലേ? മോഹൻലാലിനെ തളർത്തിരുന്നു ബാലചന്ദ്രമേനോനാണ്. ഇതിലെ നല്ല നല്ല കുടുംബ കഥ പറഞ്ഞ ആ പഴയ കാലം, പണ്ടത്തെ കാലത്ത് ഈ ഷർട്ടിനെ നിങ്ങൾ കൈയടിക്കുന്നുണ്ട്. അതേ ഷർട്ടായിട്ടൊക്കെ ഇതല്ലേ കോസ്റ്റ്യൂമിന്ന് കൈയടിച്ചേ. ഒരു തലക്കെട്ടൊക്കെ കെട്ടിച്ച് ഞാനിനി വരും. പാട്ട് കിട്ടിയൊക്കെ വെച്ചിട്ടോ. ഈ നടനെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകുന്നറിയാം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. IV ശശി ചിത്രങ്ങളിലൂടെ ഉപനായക വേഷമണിഞ്ഞ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ കുഞ്ചാക്കോ ബോബനെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു നമുക്ക് ജോസ്. ഒരു പ്രത്യേക ഹെയർ സ്റ്റൈൽ. ജോസ് എന്നറിയില്ല, അല്ലെങ്കിൽ കയ്യടിക്കാം കേട്ടോ. ഇത് വെറൈറ്റി സാധനമാണ്. ചെയ്യാത്തത് ചെയ്യുമ്പോഴാണ് പ്രോത്സാഹനം ഉണ്ടാകുന്നത്. 600 മീറ്റർ അകലെ ടർണർ പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ആ ചോക്ലേറ്റ് നായകൻ ജോസ് പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ജോസ് മൈക്ക് പിടിച്ചാണോ ജോസ് പിടിച്ചാണോ പാടുന്നതിന് ഉത്തരമായി ഒരു ജോസിന്റെ മൈക്ക് പ്രകടനം. ഇന്ത്യയുടെ റെഡിയല്ലേ? ഞാനൊരു കണ്ണട